മണിയംകുളം ഇടവകയിലെ SMYM സംഘടനയുടെ നേതൃത്വത്തിലാണ് വേളാങ്കണ്ണിയിലേക്ക് ഈ ഒരു യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. റിയ ട്രാവൽസിലാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. 49 പേരുമായിട്ടുള്ള യാത്ര ഞങ്ങൾ വേളാങ്കണ്ണി എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു തീർത്ഥാടനം ഞാൻ നടത്തുന്നത്. കേരളത്തിൽ ഞാൻ സേവനം ചെയ്തിരുന്ന അവസരങ്ങളിലൊക്കെ മെയ് മാസമായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ച ഈ ഒരു വേളാങ്കണ്ണി തീർത്ഥാടനം ഇടവകാരക്കാരെ കൂട്ടിക്കൊണ്ട് നടത്തുന്ന നല്ലൊരു പതിവ് എനിക്കുണ്ടായിരുന്നു. 6 വർഷ കാലഘട്ടമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന ഈ ഒരു തീർത്ഥാടനം പുനരാരംഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഞാൻ ആയിരുന്നത്. ഒരു ദിവസത്തെ സായാഹ്നത്തിൽ വൈകുന്നേരം 5 മണിക്ക് ഞങ്ങൾ മണിയംകുളം ഇടവകയിൽ നിന്ന് ആരംഭിച്ചിരുന്ന ഈ ഒരു തീർത്ഥാടനം വെളുപ്പിനെ 5 മണി ആയപ്പോൾ തന്നെ വേളാങ്കണ്ണി എന്ന് പറയുന്ന ഈ ഒരു തീർത്ഥാടന സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നായിരുന്നു. എല്ലാവരും ഫ്രഷപ്പ് ആയതിനു ശേഷം 9:00-ക്കാണ് ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള സമയവും സാഹചര്യവും ഞങ്ങൾക്ക് എഴുതി ലഭ്യമായത്. അതിപ്രകാരമാണ് ഈ ഒരു വിശുദ്ധ ബലി ഞങ്ങൾ ഈ ഒരു ദേവാലയത്തിൽ അർപ്പിക്കുന്നത്. ഒരുപിടി നിയോഗങ്ങളുമൊക്കെ ആയിട്ടാണ് ധാരാളം ആളുകൾ ഈ ഒരു തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നത്. അവരവർ ഈ ഒരു ദിവ്യബലി മധ്യേ ഈ ഒരു ദേവാലയത്തിൽ വെച്ച് ആ നിയോഗാർത്ഥം പ്രാർത്ഥിക്കുകയും പരിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും വിശുദ്ധമായ കുമ്പസാരം ഈ ദേവാലയത്തോട് അനുബന്ധിച്ചുള്ള മലയാള വിഭാഗത്തിൽ കുമ്പസാരിച്ച് പ്രത്യേകമായിട്ട് ഈ ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുകയായിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിവിധ പള്ളികളിലൂടെ ഒരു സന്ദർശനം ഞാൻ നടത്താനും മറന്നുപോയില്ല. അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് കാലഘട്ടത്തിൻ്റെതായ മാറ്റങ്ങൾ മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മറ്റു രീതിയിലുള്ള പ്രത്യക്ഷത്തിലുള്ള മാറ്റങ്ങളൊന്നും ഇവിടെ ഒരു സ്ഥലത്തും സംഭവിച്ചിട്ടില്ല എന്ന് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 6 വർഷ കാലഘട്ടത്തിന് ശേഷം ഈ ഒരു തീർത്ഥാടനം നടത്തുമ്പോൾ എവിടെയെങ്കിലും പ്രത്യേകതയുള്ള രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് നോക്കുവാനും മറന്നുപോയില്ല. ഏതായാലും കാലഘട്ടത്തിൻ്റെതായ മാറ്റങ്ങളല്ലാതെ മറ്റു രീതിയിലുള്ള കെട്ടിടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ പുതുതായിട്ട് നിലവിൽ വന്നിട്ടില്ല. ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്ന 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ദേവാലയത്തിന്റെ നിർമ്മിതി നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ നിർമ്മിതി പൂർണ്ണമായിട്ടും പൂർത്തിയായി എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുകയായിരുന്നു.
ഈ അടുത്ത കാലത്തായി പണി തീർത്ത മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ബൃഹത്തായ ദേവാലയത്തിന്റെ മുൻഭാഗത്തായിട്ട് ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം ദിവ്യബലി പങ്കെടുക്കുവാനും ദിവ്യബലി പൂർണ്ണമായിട്ടും ആസ്വദിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ക്രമീകരണമാണ് ഈ ഒരു ദേവാലയത്തിനുള്ളത്. അതിബൃഹത്തായ അതിമനോഹരമായ ഒരു ദേവാലയമാണ് ഈ ഒരു ഭാഗത്ത് എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. ഗുജറാത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. എന്ന് പൂർത്തിയാകും എന്നുള്ള ചിന്തയോടുകൂടിയായിരുന്നു അന്ന് ഞാൻ ഇവിടെ നിന്ന് തീർത്ഥാടനം അവസാനിപ്പിച്ച് പോകുമ്പോൾ. എന്നാൽ 6 വർഷങ്ങൾക്ക് ശേഷം പൂർണ്ണമായ രീതിയിൽ ഈ ഒരു ദേവാലയം കുടികൊള്ളുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമാണ് അനുഭവിക്കുവാൻ തോന്നിയത്. ഞങ്ങൾക്ക് ദിവ്യബലി അർപ്പിക്കുവാനായിട്ട് ലഭ്യമായത് ഈ ഒരു വേളാങ്കണ്ണി തീർത്ഥാടനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ നിലകൊള്ളുന്ന ദേവാലയത്തിന്റെ മുകൾ ഭാഗത്തുള്ള അപ്പർ ചർച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭ്യമായില്ല. അവിടെ മാത്രമായിരുന്നു ഞങ്ങൾക്ക് ആ സമയത്ത് സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും വരും കാലങ്ങളിൽ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഈ ബൃഹത്തായ ദേവാലയത്തിൽ, അതും ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്തിയാദരപൂർവ്വം ദിവ്യബലി പങ്കെടുക്കുവാൻ സാധിക്കുന്ന ഈ ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുവാൻ സാധിക്കും എന്നുള്ള ചിന്തയോടുകൂടിയാണ് ആ ദേവാലയ സന്ദർശനം അവസാനിപ്പിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഈ ഒരു ഗ്രോട്ടോ എനിക്ക് കാണുവാൻ സാധിക്കുകയായിരുന്നു. ഈ ഒരു ഗ്രോട്ടോ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാതെ എന്തോ ഒരു വൈഭവം തോന്നുന്ന രീതിയിലുള്ള ഒരു ആകർഷണീയത ഈ ഒരു ഗ്രോട്ടോയ്ക്കുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നടന്നു നീങ്ങുന്ന അവസരത്തിലൊക്കെ ഞാൻ പരിശോധിക്കുവാൻ മറന്നുപോയില്ല. അതിനുശേഷം പഴയ ദേവാലയങ്ങളിലൂടെയൊക്കെ നടന്നു നീങ്ങിയതിന് ശേഷമാണ് എന്റെ വേളാങ്കണ്ണി തീർത്ഥാടനം ഞാൻ പൂർണ്ണമാക്കിയത്. അന്നേ ദിവസം വൈകുന്നേരം സായാഹ്നമായപ്പോൾ കടൽ തീരത്തേക്ക് പോകുവാനും ഞാൻ മറന്നില്ല. പതിവനുസരിച്ച് ഏകദേശം 3:30 ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ കടന്നു വന്നിരുന്നത്. ആ പതിവ് തെറ്റിക്കാതെ ഈ ഒരു സായാഹ്നത്തിൽ ഇവിടെ ഞാൻ എത്തിച്ചേരുകയായിരുന്നു. പതിവിന് വിപരീതമായി പ്രത്യേകത ഒന്നും കാണാത്തത് കൊണ്ട് അരമണിക്കൂർ സമയം ചെലവഴിച്ചതിന് ശേഷം വീണ്ടും റൂമിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുകയായിരുന്നു. തിരികെയുള്ള യാത്രയിൽ അച്ചായൻസ് എന്ന് പറയുന്ന മലയാളികൾ നടത്തുന്ന ആ ഒരു ഹോട്ടലിൽ കയറി നല്ല ഒന്നാന്തരം ചായ കുടിക്കുവാനും മറന്നില്ല. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ഉണ്ടായിരുന്നവരും നന്നായിട്ട് ആ ഒരു ഹോട്ടലിലെ സ്വാദ് ആസ്വദിച്ചു.